ദ്വാരക ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് ഒരു വലിയ മൈതാനമുണ്ട്. ഈ മൈതാനത്ത് വൈകുന്നേരം വലിയ തുണികളുടെ കച്ചവടമാണ് നടക്കുന്നത്. ഒരു 5-8 ഏക്കറോളം വലിപ്പമുള്ള ഒരു മൈതാനം. ഈ മൈതാനത്ത് ചെറിയ ചെറിയ തുണിക്കച്ചവടക്കാർ പുതപ്പുകൾ, പാൻറ്റ്, നിക്കർ, ഷർട്ട്, അതുപോലെ സ്ത്രീകൾക്ക് ആവശ്യമുള്ള സാരി തുടങ്ങിയ എല്ലാ വസ്തുക്കളും, എല്ലാ തുണിത്തരങ്ങളും അവിടെ ധാരാളമായി കച്ചവടം നടത്തുന്നുണ്ട്. ധാരാളം നിറങ്ങളിലുള്ള, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അവിടെ ധാരാളം നിറത്തോടു കൂടിയ വസ്ത്രങ്ങളാണ് ഭൂരിപക്ഷവും ഉപയോഗിക്കുന്നത്. അങ്ങനെ ധാരാളം നിറമുള്ള വസ്ത്രങ്ങളുടെ വലിയ ഒരു മേഖലയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പിച്ചാത്തി പോലുള്ള ഇരുമ്പ് സാധനങ്ങൾ വിൽക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. വൈകുന്നേരങ്ങളിലാണ് അവിടെ കച്ചവടം കൂടുതലായിട്ടും നടക്കുന്നത്. ധാരാളം കച്ചവടക്കാരോടൊപ്പം തന്നെ ധാരാളം ആൾക്കാർ അവിടെ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ദിവസവും എത്തുന്നുണ്ട്. അത് ചെറിയ വാഹനങ്ങളിലാണ് ഈ തുണിക്കച്ചവടക്കാർ തുണി അവിടെ എത്തിക്കുന്നതും. അതേപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ റോഡ് സൈഡിൽ ഈ രീതിയിലുള്ള കച്ചവടം നടത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആ കച്ചവടം നടത്തുന്നത് കൊണ്ടുണ്ടാകുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ, വാഹനങ്ങളുടെ ബ്ലോക്കുകൾ, ഇതൊക്കെ തന്നെ ഒഴിവാക്കുവാനായിട്ട് ഈ രീതിയിൽ വലിയൊരു മൈതാനമുണ്ടെങ്കിൽ അവിടെ കച്ചവടം കേന്ദ്രീകരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഞങ്ങൾ ദ്വാരകയിൽ നിന്ന് അടുത്ത ദിവസം രാവിലെ പോയത് ബെറ്റ് ദ്വാരക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അതെവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കൊട്ടാരം നിലനിൽക്കുന്നത്, കൊട്ടാരം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് ഓഖ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബോട്ടിലാണ് ബെറ്റ് ദ്വാരകയിലേക്ക് പോകേണ്ടത്. ദ്വാരകയിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താലാണ് ഓഖ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത്. നമ്മുടെ എറണാകുളത്ത് നിന്ന് ഓഖയിലേക്ക് റെയിൽവേ സർവീസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഓഖ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് ഭാരതത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടേക്ക് പോകുന്നതിന് വേണ്ടി ഞങ്ങൾ ദ്വാരക ബസ് സ്റ്റാൻഡിലെത്തി. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിലാണ് ഞങ്ങൾ ഓഖയിലേക്ക് പോയത്. ഓഖ റെയിൽവേ സ്റ്റേഷനും ഓഖയിലെ ബസ് സ്റ്റാൻഡും വളരെ അടുത്തടുത്താണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ബെറ്റ് ദ്വാരകയിലേക്ക് പോകുന്നതിനുള്ള ബോട്ട് ജെട്ടി ഉള്ളതും.